الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي على شددي مسيدي سددي عضدي بلا عددي آخذا بيدي خواجة معين الدين آخذا بيدي خواجة معين الدين آخذا بيدي خواجة ഏറ്റവും ബഹുമാനപ്പെട്ട ഈ പള്ളിയുടെ ഖതീബായ ബഹുമാനപ്പെട്ട ആരിഫ് എച്ച് ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട സാലിഹ് ഉസ്താദ് അവറുകൾ, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയോട് ഒരുമിച്ച് കൂടിയത് തവക്കുൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വയനാടുള്ള ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ മുസ്ലിം സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തുമാപ്പാക്കി കൊടുക്കട്ടെ. നാളെ അവരെയും നമ്മളെയും അല്ലാഹുവിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്ന വിഷയം മരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് മരണം? മരണം എങ്ങനെയാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ റൂഹ് പിടിക്കാനായി അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അസ്രായീൽ ഒറ്റക്കല്ല പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്രായീലിന് കൂടെ 1000 മലക്കുകളുണ്ടെന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തുണ്ടല്ലോ, നമ്മുടെ സുഹൃത്ത് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവനെന്തേ അനങ്ങാത്തത്? പ്രിയമുള്ള സഹോദര, അവനെന്തേ അനങ്ങാത്തത് എന്തെന്നറിയുമോ? 1000 മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ ശരീരത്തിൽ മുറുകെ പിടിക്കുകയാ. എന്നിട്ട് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവന്റെ റൂഹ് പിടിക്കുകയാണ്. അവന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് അവൻ അനങ്ങൂല. കാരണം എന്തെന്നറിയുമോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അവന്റെ ശരീരത്തിൽ 1000 മലക്ക് പിടിച്ചത് കാരണം അവൻ അനങ്ങാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഒരു കോഴിക്കുഞ്ഞിനെ അറുത്തുകൊണ്ട് അത് നിലത്ത് വെക്കുമ്പോൾ അത് പിടയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് പിടയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിനേക്കാൾ ഇരട്ടി വേദനയാണ് മരണവേദനമെന്നാണ് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു പള്ളി കെട്ടുകയാ. ആ പള്ളി കെട്ടിയതിനു ശേഷം, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആ പള്ളി കെട്ടിയതിനു ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. നാദാ, ഇത് നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്നിട്ട് സ്വർഗ്ഗം വേണമെന്നല്ല പറഞ്ഞത്, എന്നിട്ട് സ്വർഗ്ഗം വേണമെന്നല്ല പറഞ്ഞത്, തവഫനി മുസ്ലിമാ, അല്ലാഹുവേ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. അവിടുന്ന് പറയുകയാണ്, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല പെങ്ങളെ, ഇസ്മായിൽ നബിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ബാബാ. ഈജിപ്തിന്റെ ഭരണാധികാരനായ തന്റെ സിംഹാസനത്തിലേക്ക് കടന്നു പോകുന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ തുറന്നു നോക്കിയാൽ കാണാൻ സാധിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്, തവഫനി മുസ്ലിമാ, അല്ലാഹ് എനിക്ക് അധികാരമല്ല വേണ്ടത്, എനിക്ക് അധികാരമല്ല വേണ്ടത്, എനിക്ക് ഭരണമല്ല വേണ്ടത്, അല്ലാഹ് മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 പ്രവാചകന്മാർ, ആ 2 പ്രവാചകന്മാർ അവരുടെ മക്കളോട് സൂചിപ്പിക്കുകയാണ്, അവരുടെ മക്കളോട് വസിയത്ത് ചെയ്യുകയാ. മക്കളെ, മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ, ഈമാനോട് കൂടിയേ മരിക്കാവൂ, ഈമാനോട് കൂടിയേ നീ മരിക്കാവൂ. പ്രിയമുള്ള മക്കളോട് പറയുകയാ. എന്തിനാ പ്രിയമുള്ള സഹോദര, എന്തിനാ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ഈ ലോകം മൊത്തം പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഉറക്കെ സലാത്ത് ചൊല്ലുക, നിങ്ങൾ ഉറക്കെ സലാത്ത് ചൊല്ലൂ. മുത്തറസൂലിന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്, സലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലുക. നമ്മുടെ കാരുണ്യത്തിന്റെ കടലായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മദീനയുടെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർദ്ധരാത്രിയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് കരയുകയാ. താടിരൂപങ്ങളിലൂടെ വെള്ളമൊലിക്കുന്നുണ്ട്. എന്തിനാണ് പ്രവാചകനായ നബി കരയുന്നത്? എന്താണ് അങ്ങ് പറയുന്നത്? പ്രിയമുള്ള സഹോദരങ്ങളെ, ഭയങ്കര കരച്ചിൽ
ശബ്ദം കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, ലാ മുകല്ലിബൽ ഖുലൂബ്, എല്ലാ ഹൃദയങ്ങളിലെയും മറിച്ച് കളയുന്ന അല്ലാഹ്, അവിടുന്ന് പറയുകയാണ്, എല്ലാ ഹൃദയങ്ങളെയും മറിച്ച് കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിക്കണേ അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിക്കണേ അല്ലാഹ്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ. ആയിഷ, ആയിഷയുടെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയം ഒരു നൂലിൽ കെട്ടിത്തൂക്കിയ പട്ടം പോലെയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രക്ക് വേദനമേറിയ കാര്യമാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. 20, 30, 60 വയസ്സായ മാതാപിതാക്കൾ ചിന്തിക്കുന്നത്, ഞാനിപ്പോഴൊന്നും മരിക്കുകയില്ല, ഞാനിപ്പോഴൊന്നും മരിക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ അങ്ങനെയല്ല. അതിന് തെളിവായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ? അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിന് പകരമായി കാണിച്ചു തന്നില്ലേ? ആ വയനാട് നടന്ന ഉരുൾപൊട്ടലില്ലേ, അതാണ് അതിന്റെ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നത്. എന്തേ? അവർ വിചാരിച്ചിട്ട് പോലുമില്ല, അവർ വിചാരിച്ചിട്ട് പോലുമില്ല, പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ മരിച്ചു പോയതാണ്. അവർ വിചാരിച്ചിട്ട് പോലുമില്ല, അവർ വിചാരിക്കാതെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉരുൾപൊട്ടൽ, അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങി വരികയാ, അല്ലാഹുവിന്റെ പരീക്ഷണം ഇറങ്ങി വരികയാ, അല്ലാഹുവിന്റെ പരീക്ഷണം ഇറങ്ങി വരികയാണ്. എന്റെ കക്കുപ്പടിക്കാരിയായ പെങ്ങളെ, അല്ലാഹുവിന്റെ അദാബ് അവിടുന്ന് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ആ സമുദായത്തെ മൊത്തം നശിപ്പിക്കുകയാണ്. ആ സമുദായത്തിലെ എല്ലാ മുസ്ലിങ്ങളെയും മരിച്ചു വീഴുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട. പ്രിയമുള്ള മുഅ്മിനേ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു സെക്കൻഡ് പോലും വേണ്ട. ഓരോ നിമിഷവും, ഓരോ സമയവും, ഓരോ സെക്കൻഡുകളും കടന്നു പോകുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരികയാ, ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരികയാ. ചില ആളുകൾക്ക് മരിക്കുന്ന സമയമായാൽ അത് അറിയാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ കോയക്കുട്ടി ഉസ്താദ്, മഹാനായ കോയക്കുട്ടി ഉസ്താദ് മരിക്കുന്നതിന്റെ അല്പസമയം മുമ്പ്, മരിക്കുന്നതിന്റെ അല്പസമയം മുമ്പ് അല്ലാഹുവിനോട് പൊരുത്തം ചോദിക്കുകയാ, അല്ലാഹ് എനിക്ക് പൊരുത്തു തരണേ അല്ലാഹ്. എന്നിട്ട് അല്പം സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലി, അല്പം സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലി. എന്നിട്ടാണ് മഹാനവറുകൾ അവിടുന്ന് വിട പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വയനാട്ടിൽ ഇറക്കിയ ഉരുൾപൊട്ടലിന്റെ അടയാളമാണ്. പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിങ്ങൾ ഒരു നിമിഷം സൂക്ഷിക്കണം. നിങ്ങൾ മരിക്കൂല എന്നുള്ള വർത്തമാനമുണ്ടല്ലോ, അത് നിങ്ങൾ നിർത്തിക്കോ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തീരുമാനിച്ചാൽ നിമിഷങ്ങൾ മതി നിങ്ങൾ മരിക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്ത് റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണത്തിന് ശേഷമുള്ള അവന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു
തുള്ളി വെള്ളം പോലും അവന്റെ തൊണ്ടക്കകത്ത് നിന്ന് ഇറങ്ങൂല എന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഉറക്ക സ്വലാത്ത് ചൊല്ലുക. നമ്മുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ തെറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ആ മദീന മുനവ്വറയിൽ കുപ്പയുടെ ചോട്ടിൽ കിടക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്നുണ്ട്, അവിടുന്ന് ശപിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ മലക്കായ നിന്റെ ഇടത് വലതു ഭാഗത്തിരിക്കുന്ന മലക്കുണ്ടല്ലോ, നീ മരിച്ച ശേഷം ഇടത് ഭാഗത്തിരിക്കുന്ന മലക്ക് പറയുമടാ, നീ ചീത്ത മനുഷ്യനാണെങ്കിൽ ആ ഇടത് ഭാഗത്തിരിക്കുന്ന മലക്ക് പറയും, അല്ലാ ഈ മനുഷ്യന് ചത്ത് കിട്ടിയല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുമടാ. എന്റെ സുഹൃത്തായിരുന്നു, എന്റെ സുഹൃത്തായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട സഹോദരനാണ്. നിന്റെ ഇബാദത്തുകളിൽ അല്ലാഹുവേ എന്തെങ്കിലും മജ്ലിസുകൾ ഉണ്ടാകുമ്പോൾ അതിൽ കൂടിയ നല്ല ഇബാദത്ത് ചെയ്ത് നിന്നെ ബഹുമാനിച്ച് നടന്ന, നിന്നെ പേടിച്ച് നടന്ന മനുഷ്യനാണ്. അല്ലാ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്നവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അദ്ദേഹത്തിന്, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അവൻ കരഞ്ഞുകൊണ്ട് പറയും, ആ മലക്ക് കരഞ്ഞുകൊണ്ട് പറയും, അല്ലാ എനിക്ക് ഇഷ്ടമുള്ള നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവന് സ്വർഗ്ഗം നൽകണമെങ്കിൽ നീ ഖിയാമത്ത് നാൾ വരെ അവന് വേണ്ടി സുജൂദ് ചെയ്യുക. അങ്ങനെ ആ മലക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിൽ കിടന്നുകൊണ്ട് ആ മനുഷ്യൻ സന്തോഷിക്കുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല മനുഷ്യനായി ജീവിക്കാനും അതുപോലെ തന്നെ നല്ല മനുഷ്യനായി മരിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടിയുള്ള മരണം നൽകണേ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാഹുവേ, ഈ ലോകത്തോട് വിട പറയുമ്പോൾ സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് വെള്ളിയാഴ്ച രാവിലെ മുത്തുനബി തങ്ങളെ കണ്ട് വിട പറയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന ദുആ വസിയത്തോടെ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.